SC കഴിഞ്ഞ ദിവസം നടത്തിയ LDC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൃദയ സ്പന്ദനം, ശ്വാസകോശം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം മെഡുല്ല ഒബ്ലോങ്കേറ്റ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തതേത്? ഡിഫ്തീരിയ, നിപ്പ, എയ്ഡ്സ്, ചിക്കൻഗുനിയ എല്ലാം വൈറസ് രോഗങ്ങളാണ്. മനുഷ്യ ശരീരത്തിലെ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ താഴെ പറയുന്നവയിൽ ഏത്? തൈമോസിൻ യുവത്വ ഹോർമോണാണ്. പോളിയോ എന്ന രോഗം വരാതിരിക്കാൻ നൽകുന്ന വാക്സിൻ ഇവയിൽ ഏതാണ്? OPV വാക്സിൻ. പോളിയോ എന്ന രോഗം വരാതിരിക്കാൻ നൽകുന്ന വാക്സിൻ OPV വാക്സിൻ. 10 കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ ഭൂകേന്ദ്രത്തിൻ്റെ ഭാരം 0 ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസം ഏത്? പൂർണ്ണാന്തര പ്രതിഫലനം. ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രോളിക് ജാക്ക് പ്രവർത്തിക്കുന്നത്? പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രോളിക് ജാക്ക് പ്രവർത്തിക്കുന്നത്. സ്വർണം ലയിക്കുന്ന അക്വാറീജിയ ഏതൊക്കെ ചേർന്നതാണ്? നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്നതാണ് അക്വാറീജിയ. ഏറ്റവും ഇലക്ട്രോനെഗറ്റീവായ മൂലകം ഏത്? ഫ്ലൂറിൻ. ഏറ്റവും ഇലക്ട്രോനെഗറ്റീവായ മൂലകം ഫ്ലൂറിൻ ആണ്. താഴെ പറയുന്നവയിൽ ഇരുമ്പിൻ്റെ അയിര് അല്ലാത്തതേത്? ബോക്സൈറ്റ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ് എല്ലാം ഇരുമ്പിൻ്റെ അയിരാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന കണ്ടെത്തി എഴുതുക. ഫസ്റ്റ് നടന്നത് വേലുത്തമ്പിയുടെ കലാപം, പിന്നീടാണ് കുറിച്യ കലാപം, അതിനുശേഷം ചാന്നാർ ലഹള, അവസാനമാണ് മലബാർ കലാപം. കേരളത്തിലെ ആദ്യ സ്വദേശീയ പ്രിന്റിംഗ് പ്രസ്സായ സെന്റ് ജോസഫ് പ്രസിന്റെ സ്ഥാപകൻ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സെന്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത് ഏലിയാസ് ചാവറ. വരിക വരിക സഹചരെ, വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽനടക്കി പോക നാം. ദേശീയബോധം ഉണർത്തുന്ന ഈ വരികൾ രചിച്ചതാര്? അംശി നാരായണപിള്ള. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം. കേസരി മറാത്ത ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലാഹോർ കോൺഗ്രസുമായി ബന്ധമില്ലാത്തത് ഏത്? രണ്ടൊഴികെ ബാക്കിയെല്ലാം ലാഹോർ കോൺഗ്രസുമായി ബന്ധമുണ്ട്. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ശരിയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഇതെല്ലാം ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന വർഷങ്ങളും സംഭവങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ശരിയായ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഉത്തരം കണ്ടെത്തുക. 3. ക്യാബിനറ്റ് മിഷൻ 1946. ലീഗിന്റെ പാകിസ്ഥാൻ ഡിമാൻഡ് 1940. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942. മൗണ്ട് ബാറ്റൺ പ്ലാൻ 1947. എ വിഭാഗത്തിലുള്ള 2 ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി അതുപോലെ ബി വിഭാഗം പൂരിപ്പിക്കുക. നാനാ സാഹിബ് കാൺപൂരില്, ഷാമാലില് ആരായിരുന്നു? ബറൌട്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബെസന്റ്. ഭൂമി എന്നർത്ഥം വരുന്ന പദം ഏത്? മണ്ണ്. പിരിച്ചെഴുതുക. ഇവൾ. ഈ പ്ലസ് അള്ളാണ് ഇവൾ. സ്വാർത്ഥൻ എന്ന പദത്തിന്റെ പുല്ലിംഗ പ്രത്യയം. സ്വാർത്ഥൻ എന്ന് പറയുന്ന നേരം അൻ ആണ് പുല്ലിംഗ പ്രത്യയം. ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികം. ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികം. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. ജോലിക്കാർ എന്ന് പറഞ്ഞാൽ അലിംഗ ബഹുവചനമാണ്.
ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം വിഷമിപ്പിക്കുക. ശതകം ചൊല്ലിക്കുക, വിഷമിപ്പിക്കുക. സഫലം വിപരീത പദം വിഫലം ആണ്. ശരിയായ പദം പ്രക്ഷുബ്ധം. പ്രക്ഷുബ്ധം എന്നെങ്ങനെ എഴുതിയത് നോക്കൂ. ആമോദം സമാന പദം ആമോദം സന്തോഷം. ചേർത്തെഴുതുക. കരഞ്ഞു പ്ലസ് ഇല്ല കരഞ്ഞില്ല. കരഞ്ഞു പ്ലസ് ഇല്ല കരഞ്ഞില്ല. ഡംബം പര്യായ പദം എഴുതുക. അഹങ്കാരം. ഉചിതമായ ഘടകപദം ഉപയോഗിച്ച് വാക്യങ്ങൾ ചേർത്തെഴുതുക. അച്ഛൻ ഒരുപാട് വഴക്കു പറഞ്ഞു, കുട്ടി നിർത്താതെ കരഞ്ഞു. അച്ഛൻ ഒരുപാട് വഴക്കു പറഞ്ഞപ്പോൾ കുട്ടി നിർത്താതെ കരഞ്ഞു. അപ്പോഴാണ് ചേർക്കേണ്ടത്. ചിന്മയം പിരിച്ചെഴുതുക. ചിത് പ്ലസ് മയം. കൃശം വിപരീത പദം എന്താണ്? മേതുരം. കൃശം ഓപ്പോസിറ്റ് മേതുരം. സാക്ഷി സ്ത്രീലിംഗം സാക്ഷിണി. സാക്ഷിയുടെ സ്ത്രീലിംഗം സാക്ഷിണി. ദുഃഖം സമാന പദം ഇണ്ടൽ. ഇണ്ടൽ ദുഃഖം. ശരിയായ പദം എഴുതുക. നികൃഷ്ടം എന്നത് എഴുതിയത് കറക്റ്റ് ആണ്. നികൃഷ്ടം. പിന്നിൽ നിന്ന് കുത്തുക എന്നതിന്റെ പരിഭാഷ എന്താണ്? ബാക്ക് സ്റ്റാബിംഗ്. ബാക്ക് സ്റ്റാബിംഗ് ആണ് പിന്നിൽ നിന്ന് കുത്തുക. ശരിയായ വാക്യം എഴുതുക. വിടർന്നു നിന്ന പൂക്കൾ വെയിലേറ്റു കരിഞ്ഞു. വിടർന്നു നിന്ന പൂക്കൾ വെയിലേറ്റു കരിഞ്ഞു. അത് ശരിയാണ്. എന്നും പകിട 12 എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്നും വിജയമാണ്. എന്നും പകിട 12 എന്ന് പറഞ്ഞാൽ എന്നും വിജയം എന്നാണ്. Choose the correct form of the verb from the options to complete the sentence. He dash a movie every Sunday. He watches a movie every Sunday. A large group of insects moving in a mass is called a swarm. Large group of insects moving in a mass is called a swarm. Find out the suitable article from the option. They talked for an hour. An hour എന്നാണ് പറയേണ്ടത്. About the wonderful performance. Which among the following is a synonym of the word dismal? Gloomy. Dismal എന്ന വാക്കിന്റെ അർത്ഥം gloomy. Can you start the project tomorrow? The manager asked us. Choose the reported form. The manager asked us whether we could start the project tomorrow എന്തായി മാറും? The next day. The manager asked us whether യൂസ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്തു അല്ലേ? We could start the project the next day. Can could ആയി മാറി. Choose the appropriate phrasal verb to complete the sentence. We have dash of milk. Would you like milk powder instead? We have run out of milk. Would you like milk powder instead? Select an appropriate question tag for the following sentence. He seldom answers any questions. Does he? Which among the following is an antonym of the word appropriate? Appropriate ന്റെ opposite എന്താണ്? Inappropriate. Walking is a good exercise. In this sentence, walking is used as noun. Noun ആയിട്ടാണ് walkingനെ യൂസ് ചെയ്തത്. Choose the correct option to complete the sentence. If we had rehearsed well, we would have won the competition. If we had rehearsed well, we would have won the competition. If ന്റെ ഫോം നിങ്ങൾക്ക് അറിയില്ലേ? A person who does clever tricks which appear magical is called a conjurer. A person who does clever tricks which appear magical is called conjurer. Which among the following is an irregular verb? Run ആണ് irregular verb. Fill in the blank using the right preposition. There is a river beside my house.
The party was attended by any august group of people. In this sentence, august as an adjective means impressive. No sooner had she left the house, no sooner than എന്നാണ് യൂസ് ചെയ്യേണ്ടത്. The house than it started raining. Which among the following is the correctly spelled word? ബിസിനസിന്റെ സ്പെല്ലിംഗ് നോക്കൂ. BUSINESS. BUSINESS. ഒരു എസ് മതി. ബിസിനസ്സിന് ഒരു എസ് മതി. BUSINESS. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ദേ ആർ ഫോളോയിങ് അസ്. അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? വി ആർ ബീയിങ് ഫോളോഡ് ബൈ ദം. വി ആർ ബീയിങ്, ഫോളോയിങ് ING ഉള്ളത് കൊണ്ടാണ് ബീയിങ് ആയി മാറിയത്. ബീയിങ് ഫോളോഡ് ബൈ ദം. വി ഹാവ് എ ഹെർക്കൂലിയൻ ടാസ്ക് in front of us. In this sentence, Herculean task means a tough task. Herculean task means a tough task. No other girl in this class is as studious as Nida. Which sentence among the following conveys the same meaning? Nida is the most studious girl in this class. Most studious എന്നായി മാറി. The train will arrive at 4 p.m. Here, PM can be expanded as post meridian. PM എന്നതിൻ്റെ ഫുൾ ഫോം പോസ്റ്റ് മെറിഡിയൻ എന്നതാണ്. പോസ്റ്റ് മെറിഡിയം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഫിനിഷ് ചെയ്തു.